നീ ഈ കല്യാണത്തിന്ന് പിന്മാറിയില്ലെങ്കിൽ പിന്നെ സൂര്യനും തനൂജയും ഭീഷണിപ്പെടുത്തിയിട്ടും കനി വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നില്ല. തന്റെ വിവാഹത്തിന് ആരുടെയും സമ്മതം ആവശ്യമില്ലെന്ന് ഹരി. ഏഞ്ചലിന് കൂടുതൽ ശ്രദ്ധ വേണമെന്ന് ഡോക്ടർ. തുടർന്ന് കാണുക. ചേച്ചി, കുറെ നേരമായല്ലോ ഞാൻ വിളിക്കുന്നു. എവിടെയായിരുന്നു നീ? ഞാൻ കുളിക്കായിരുന്നു. തല ശരിക്കും തോർത്തിയോ? ശരിക്കും തന്നെ തോർത്തി. ഇനിയൊരു തുള്ളി വെള്ളം പോലും എന്റെ മുടിയിലില്ല. ഉണ്ണിക്കുട്ട, ഹരിസാറ് വന്നിരുന്നു ഇവിടെ. എന്നിട്ട് തീയതി നിശ്ചയിച്ചു. നാളെയാ. നാളെയോ? അതെ, രജിസ്റ്റർ ഓഫീസിൽ വെച്ചാ. വലിയ ആളോ ആർഭാടോ ഒന്നുമില്ല. അവിടുന്ന് ഹരിസാറിന്റെ വീട്ടുകാരും ഇവിടുന്ന് നമ്മളും ഫാദറും മാത്രം. ഉണ്ണിക്കുട്ടൻ രാവിലെ തന്നെ എത്തണം. പിന്നെ ഞാൻ എത്തിയിരിക്കും. നീ ഉണ്ടെങ്കിലേ എനിക്കൊരു ധൈര്യമുള്ളൂ. എന്തിനാ ധൈര്യക്കുറവ്? എല്ലാം അറിയുന്ന ആൾക്കാർ തന്നെയല്ലേ. പിന്നെ അന്നു മുതൽ ഇന്ന് വരെ നമുക്കൊരു മുട്ടും വരുത്തിയിട്ടില്ല ദൈവം. ഒത്തിരി ഓടിയെങ്കിലും നല്ലൊരു സ്ഥലത്ത് തന്നെ നമ്മളെത്തി. ഇപ്പോൾ ഇതാ സുരക്ഷിതമായ കൈകളിലൂടെ ജീവിതവും ഭദ്രമാവുന്നു. ആർക്കും കിട്ടാത്ത ഭാഗ്യങ്ങളല്ലേ ഇതൊക്കെ. കനിമേ, ഉണ്ണിക്കുട്ടനോട് എനിക്ക് സംസാരിക്കണോ? ഉണ്ണിക്കുട്ട, ഒരു മിനിറ്റേ. ഉണ്ണിക്കുട്ട, നാളെ കനിമയുടെ കല്യാണ. ഉണ്ണിക്കുട്ടൻ വരില്ലേ? പിന്നെ വരാതെ. മണിക്കുട്ടി ഉറക്കമുണരുമ്പോഴേക്കും ഞാൻ അവിടെ എത്തും. നമ്മൾ ഇനി മുതൽ ഏഞ്ചലിന്റെ വീട്ടിലാ താമസിക്കുന്നേ. നല്ല രസമായിരിക്കും അവിടെ. ഉണ്ണിക്കുട്ടൻ അവിടെ തന്നെ താമസിച്ചാ മതി. അത് പിന്നെ പ്രത്യേകിച്ച് പറയാനുണ്ടോ മണിക്കുട്ടി? എവിടെയായാലും നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും. നീ കനിച്ചേച്ചിക്കൊന്ന് ഫോൺ കൊടുത്തേ. ഉണ്ണിക്കുട്ട, ഞാൻ രാവിലെ നേരത്തെ തന്നെ എത്തിക്കോളാം. ശരി. നാളെ കനിമയുടെ കല്യാണാണേ. നാളെ കനിമയുടെ കല്യാണാണേ. നാളെ കനിമയുടെ കല്യാണാണേ. ഏഞ്ചലേ. ഹായ് ആന്റി. ഏഞ്ചൽ ഇപ്പൊ ശരിക്കും സ്മാർട്ട് ആയിട്ടുണ്ടല്ലോ. താങ്ക് യു. അപ്പൊ നാളെ ഏഞ്ചലിന് പോകാല്ലേ? ആര് പറഞ്ഞു? ഡോക്ടർ പറഞ്ഞു. രോഗമില്ലാത്തവര് എന്തിനാ ഇവിടെ കിടക്കുന്നേ? വേഗം വീട്ടിലേക്ക് പോകാൻ നോക്ക്. നാളെ ഉച്ച കഴിഞ്ഞ് ഇവിടെ കണ്ടുപോകരുത്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പപ്പ ഡോക്ടറെ കണ്ടോ? കണ്ടു. എന്നിട്ടെങ്കിൽ എന്തു പറഞ്ഞു? നാളെ നമുക്കിരുന്ന് പോകാൻ പറ്റോ? പോകാം. നാളെ രാവിലെ നമ്മൾ ഈ ഹോസ്പിറ്റലിൽ വിടുന്നു. സന്തോഷായില്ലേ? ഇല്ല. അതെന്താ? നമ്മളെ വീട്ടിലേക്കാണെങ്കിൽ ഞാൻ ഇവിടുന്ന് വരില്ല. പപ്പയോട് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് എന്തായി? എന്റെ എല്ലാ ആഗ്രഹവും സഹായിച്ചത് എന്റെ പുഞ്ഞാര പപ്പയല്ലേ. കനിയാന്റി മണിക്കുട്ടിയില്ലാതെ ഞാൻ ആ വീട്ടിലേക്കില്ല. ഓ, അതാണോ? മോൾ ആഗ്രഹിച്ചതുപോലെ കനിയാന്റി മണിക്കുട്ടിയും നമ്മുടെ വീട്ടിൽ മോളെ സ്വീകരിക്കാൻ കാത്തു നിൽപ്പുണ്ടെങ്കിലോ? എങ്ങനെ വരും? എങ്കിൽ മോളുടെ പപ്പയെ പറയുന്നത്. മോൾക്ക് തന്ന വാക്ക് ഈ പപ്പ പാലിച്ചിരിക്കും. നാളെ രാവിലെ അവര് രണ്ടുപേരും തിരുമുറ്റത്ത് വീട്ടിലുണ്ടാവും. സത്യം? സത്യം. താങ്ക് യു പപ്പ. മണിക്കുട്ടി കനിയാന്റിയും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഒരു സ്വർഗം തന്നെയായിരിക്കും, അല്ലേ പപ്പ? അതെ മോളെ, സ്വർഗതുല്യാക്കണം നമുക്ക്. പപ്പയ്ക്ക് വലുത് എന്റെ മോളുടെ സന്തോഷ. നോക്ക്, എന്റെ മോൾക്ക് വേണ്ടിയാ പപ്പ ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നത്. നാളെ മുതൽ കനിയാന്റി മണിക്കുട്ടിയും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. ഹായ്, നാളെ മുതൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച്. ഓർക്കുമ്പോ തന്നെ ഒത്തിരി സന്തോഷം വരുന്നു. നമ്മളെ മുറിയിൽ മണിക്കുട്ടിയും കനിയാന്റിയും, പിന്നെ ഡൈനിങ് ഹാളിലും നമ്മൾ ഒരുമിച്ച്, കാറിൽ ഷോപ്പിങ്ങിന് പോകുന്നത് ഒരുമിച്ച്, അങ്ങനെ അങ്ങനെ എല്ലാം ഒരുമിച്ച്. അതിരെ ഈ ഷർട്ട് കൊള്ളാലേ, നാളെ ഇതിട്ട് ഷൈൻ ചെയ്യും. അതിന് നാളെ എന്താ ഉള്ളത്? വെല്യളിന്റെ കല്യാണം നാളെയല്ലേ? നിങ്ങൾ ആരും വന്നില്ലെങ്കിലും ഞാൻ പോകും. വെല്യളിന്റെ കല്യാണം എനിക്ക് നേരിട്ട് കാണും. ഞങ്ങളാരും വരുന്നില്ലെന്ന് ആരാ പറഞ്ഞത്? ആരും പറഞ്ഞില്ല, ഞാൻ ഊഹിച്ചതാ. കല്യാണം നടക്കരുതെന്ന് പറയുന്നവരെ ആ ചടങ്ങ് പങ്കെടുക്കും.
പങ്കെടുക്കില്ല. പക്ഷേ ഇവിടെ പങ്കെടുത്തെന്ന് വരുത്തി തീർത്തല്ലേ പറ്റൂ. നമ്മുടെയൊക്കെ മുഖത്ത് കരിവാരി തേച്ച ഏട്ടൻ കല്യാണം കഴിക്കുന്നത്. നമ്മളാരും കല്യാണത്തിന് ചെന്നില്ലെങ്കിലും ഒന്നുമില്ലെന്ന് ഏട്ടൻ പറഞ്ഞു. അതൊക്കെ നാണക്കേട് തന്നെയാ. പക്ഷേ പറഞ്ഞത് ഏട്ടനാണെന്ന് കരുതി സഹിക്കാം. എന്നിട്ട് കല്യാണം കെങ്കേമുമായി നടത്താൻ കൂടെ നിൽക്കാം. ഇല്ലെങ്കിൽ ഏട്ടനത് മനസ്സിൽ കുറിച്ചിടും. അതുവച്ചായിരിക്കും ഏട്ടന്റെ പിന്നീടുള്ള പ്രവൃത്തികളെല്ലാം. ആ അത് ശരിയാ. കല്യാണത്തിന് സഹകരിക്കാത്തവരെല്ലാം വെല്ലുവിളി ശത്രുക്കളായേ കാണും. വെല്ലുവിളിന്റെ കണ്ണിലെ കരടാകാതിരിക്കുന്നതല്ലേ നല്ലത്. കണ്ണിലെ കരടുകളായ രണ്ടെണ്ണം ആണല്ലോ ഇവിടേക്ക് കയറി വരാൻ പോകുന്നത്. അവരെ ആനയിച്ച് കയറ്റേണ്ട ഡ്യൂട്ടി എനിക്കും. അതിന് നിന്നില്ലെങ്കിൽ അതൊരു വൻ വിഷയമായി മാറും. ആ കനി അതിനെ 100 മടങ്ങാക്കി പറഞ്ഞ് പെരുപ്പിക്കും. നമ്മളെ അടിക്കാനുള്ള വടി നമ്മൾ തന്നെ എടുത്തു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. വേണ്ട, നമുക്ക് ഈ കല്യാണം അതിഗംഭീരമായിട്ട് ആഘോഷിക്കാം. വലിയ ആഘോഷമൊന്നും വേണ്ട. വേണ്ട, ഏട്ടനെ ബോധിപ്പിക്കാൻ ഒന്ന് നിന്നു കൊടുക്കൽ, അത്രേ ഉള്ളൂ. മനസ്സുകൊണ്ട് ശപിച്ചായിരിക്കും എല്ലാത്തിനും കൂടെ നിൽക്കുക. ഭീഷണികളൊന്നും വകവയ്ക്കാതെ തമ്പുരാട്ടിയായിട്ട് അവളിങ്ങി വരട്ടെ. എന്താ ചെയ്യാ? എന്താ വലിയൊരു ആലോചന? അതെ, നാളത്തെ കാര്യം ആലോചിക്കുമ്പോൾ തന്നെ മേലാസകളും ചൊറിഞ്ഞു വരിക. നാളെയല്ലേ ഹരിയേട്ടൻ ആ നാശം പിടിച്ചവളെ കെട്ടിക്കൊണ്ടുവരുന്നേ. കാൽ കാശിന് ഗതിയില്ലാതെ നടന്നിരുന്നവള് ഒരൊറ്റ ദിവസം കൊണ്ട് കോടിക്കണക്കിന് സ്വത്തുക്കളുടെ അവകാശി. തനുജ, നമ്മൾ പറഞ്ഞത് ഒന്നും അവൾ കണക്കിലെടുത്തിട്ടില്ല. വിവാഹത്തുനിന്ന് പിന്മാറിയില്ലെങ്കിൽ അവൾക്കും മണിക്കുട്ടിക്കും അപകടമാണെന്ന് വരെ നമ്മൾ പറഞ്ഞല്ലോ. എന്നിട്ടും അവൾ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കണമെങ്കിൽ വല്ലാത്ത ചങ്കൂറ്റുള്ളവളാ. എങ്ങനെ ചങ്കൂറ്റം ഉണ്ടാവാതിരിക്കും? നിങ്ങളുടെ വല്യേട്ടനും വല്യേട്ടന്റെ പുന്നാര മോളും അല്ലേ എടവും വലവും നിൽക്കുന്നത്. പള്ളി ചെന്നിട്ടേ അന്ന് അങ്ങനെ ഒരു ഭീഷണി നാടകം നടത്തണ്ടായിരുന്നു. എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? അതല്ല, നാളെ മുതലേ അവള് വലിയേട്ടന്റെ ഭാര്യയായിട്ട് വരികയല്ലേ. അപ്പോ എങ്ങനായിരിക്കും അവള് റിയാക്ട് ചെയ്യാന്ന് പറയാൻ പറ്റില്ലല്ലോ. വലിയേട്ടൻ, അച്ഛൻ, ഏഞ്ചൽ, ഈ മൂന്ന് പേരും കണിക്ക് സപ്പോർട്ടാണല്ലോ. ആ ബലം പോരെ അവൾക്ക് എന്ത് അഭ്യാസം വേണമെങ്കിലും അവിടെ കാണിക്കാം. ഇനിയിപ്പോ അവള് കനി, നാശം പിടിച്ചവള്, അഴിഞ്ഞാട്ടക്കാരി എന്നൊക്കെ വിളിച്ച നാവുകൊണ്ടേ ഇനി ചേട്ടത്തിന്ന് വിളിക്കേണ്ടി വരും. ഇനി പല്ലിറുമിയിട്ടൊന്നും ഒരു കാര്യമില്ല, അതാ സത്യം. അവളെ ഇനി പേരെടുത്ത് വിളിക്കാൻ പോലും പറ്റില്ല. ഒരു ഗതികേട് നോക്കണേ. അതൊക്കെ പോട്ടെ, നാളത്തെ പരിപാടികൾ എങ്ങനെ? എടീ, കല്യാണത്തിന് പോയല്ലേ പറ്റൂ. ഇനി കല്യാണത്തിന് വന്നില്ലെങ്കിലും കുഴപ്പമില്ല, വരണമെന്ന് നിർബന്ധമേ ഇല്ലാന്ന് വലിയേട്ടൻ പറഞ്ഞെങ്കിലും നമ്മൾ പോയേ തീരൂ. അല്ലെങ്കിലേ വലിയേട്ടൻ അത് നോട്ട് ചെയ്യും. അതോടെ നമ്മുടെ പേരിനടിയിൽ ചുവന്ന മഷി വീഴും. ആ ജയനല്ലേ, അവൻ നല്ല കുട്ടിയായിട്ട് കല്യാണത്തിന് പോവും. അതോടെ അവൻ ആളാവും. നമ്മളായിട്ട് എന്തിനാ നമ്മുടെ സ്വന്തം ചീട്ട് കീറുന്നേ? ആദ്രേ അത് തന്നെയാ പറയുന്നത്. സകല ദേഷ്യവും കടിച്ചമർത്തി ചിരിച്ച മുഖമായിട്ട് നിൽക്കണം തൽക്കാലം. അതെ, ഒരഭിനയം. അതെ, ഈ നമ്മുടെ ആവശ്യക്കാരന് ഔചിത്യമില്ലെന്നല്ലേ നമ്മൾ ഈ വലിയേട്ടനെ പിണക്കുന്നത്. പൊന്മുട്ടിയിടുന്ന താറാവിനെ കൊല്ലുന്നതിന് തുല്യ. എന്തായാലും കല്യാണം ഒന്ന് കഴിയട്ടെ, ബാക്കിയൊക്കെ പിന്നെ. അച്ഛാ, ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും അപാകതയുണ്ടോ? എന്താ നിനക്കിപ്പോ അങ്ങനെ തോന്നാൻ?
ചുറ്റിൽ നിന്നും കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടുത്തലും മാത്രമേ ഉള്ളൂ. അച്ഛൻ മാത്ര ആകെ ഒരു ബലം. അതുകൂടി ഇല്ലെങ്കിൽ തളരാൻ പാടില്ല. വലിയൊരു ശരി ചെയ്യുമ്പോൾ ചെറിയ ചെറിയ പഴിചാരലുകളൊക്കെ ഉണ്ടാകും. നല്ലത് ഒത്തിരി ഉണ്ടായാലും ചീത്ത ചികഞ്ഞെടുക്കാനാണല്ലോ എല്ലാവർക്കും ഉത്സാഹം. ഒരു കഥയുണ്ട്. ഒരു പുലിയും കഴുതയും വഴിയിലൂടെ നടന്നു വരികയായിരുന്നു. അപ്പോൾ അവിടെ കണ്ട പുല്ലിൻ്റെ നിറം നീലയാണെന്ന് കഴുത പറയുന്നു. അല്ല, പുല്ലിൻ്റെ നിറം പച്ചയാണെന്ന് പുലി തർക്കിച്ചു. വിട്ടുകൊടുക്കാതെ നീല നിറമാണെന്ന് കഴുത വാദിച്ചുകൊണ്ടേയിരുന്നു. ഒട്ടും വിട്ടുകൊടുക്കാതെ പച്ച നിറത്തിൽ പുലി ഉറച്ചു നിന്നു. തർക്കം മുറുകി. ഒടുവിൽ സംഭവം സിംഹത്തിൻ്റെ മുന്നിലെത്തി. രണ്ടുപേരുടെയും വാദം സിംഹം കേട്ടു. പുല്ലിൻ്റെ നിറം നീലയാണെന്ന് കഴുതയും അല്ല പച്ച നിറമാണെന്ന് പുലിയും. വിധി പറയുന്നതിനായി സിംഹം ഒന്നാലോചിച്ചു. എല്ലാവർക്കും ആകാംക്ഷയായി. ഒടുവിൽ പുലിയെ 3 മാസം തടവിന് ശിക്ഷിച്ചുകൊണ്ട് സിംഹത്തിൻ്റെ വിധി വന്നു. പുലി ഉൾപ്പെടെ സർവരും ഞെട്ടി. താൻ പറഞ്ഞതല്ലേ സത്യമെന്നും പുല്ലിൻ്റെ നിറം പച്ച തന്നെ അല്ലേ എന്നും പുലി സങ്കടത്തോടെ ചോദിച്ചു. പുലി പറഞ്ഞതാണ് ശരിയെന്നും പുല്ലിൻ്റെ നിറം പച്ച തന്നെയാണെന്നും മറുപടി പറഞ്ഞ സിംഹം മറ്റൊന്നുകൂടി പറഞ്ഞു. ഞാൻ നിന്നെ ശിക്ഷിച്ചത് കഴുതയോട് തർക്കിച്ചതിനാണെന്ന്. എല്ലാവർക്കും അത് ബോധിച്ചു. കാര്യമറിയാതെ വല്ലതും പറയുന്ന കഴുതയോട് തർക്കിക്കരുതെന്ന് സാരം. ഇവിടെ ചുറ്റിലും നടക്കുന്ന ഓരോ അനക്കങ്ങളും ഞാൻ അറിയുന്നുണ്ട്. സങ്കടങ്ങളും സന്തോഷങ്ങളും മനസ്സിലാക്കുന്നുമുണ്ട്. പലതിനോടും പ്രതികരിക്കാതിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല. ഇപ്പൊ പറഞ്ഞ കഥ തന്നെയാണ് കാരണം. സ്വന്തം കൂടപ്പറപ്പുകൾക്ക് പോലും എന്നെ മനസ്സിലാക്കാനാവുന്നില്ലെന്ന് വരുമ്പോഴാണ് എനിക്ക് സങ്കടം. അവരവനെ പാട്ടിന് വിട്ടേക്കേ. നമ്മുടെ കയ്യിലെ 5 വിരലുകളും 5 രീതിയിലല്ലേ, 5 സ്വഭാവവും. അങ്ങനെ കണ്ടാ മതി. നാളെ ആനിയുടെ വീട്ടുകാർ വരില്ലേ? അച്ഛൻ സംസാരിച്ചിരുന്നില്ലേ? ഞാൻ സംസാരിച്ചിരുന്നു. കോശി എത്തും. മറ്റുള്ളവരുടെ കാര്യം? കോശിയും ഭാര്യയും മകളും 2 ധ്രുവങ്ങളിലാണ്. കോശിയുടെ നന്മ നിറഞ്ഞ സ്വഭാവം ആനിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ആ പാവത്തിന് ഈശ്വരൻ നേരത്തെ അങ്ങ് വിളിച്ചു. അന്ന് ആനയെ കണ്ടെത്തിയതിൽ നിനക്ക് പാളിച്ച പറ്റിയില്ല. കനിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ ആവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആവശ്യമില്ലാത്തതിനെയൊക്കെ ദൂരേക്ക് മാറ്റി നല്ലത് മാത്രം ചിന്തിച്ച് കിടക്കാൻ നോക്ക്. ഞാൻ ആദ്യം പറഞ്ഞ കഥ ഓർക്കുക. നല്ലതേ വരൂ. അച്ഛാ, എന്റെ കൃഷ്ണ, ഹലോ. എടാ, ഞാനിന്ന് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നതല്ലേ? എന്താണെന്നോ? വല്യേട്ടൻ്റെ കല്യാണം. അതെ, വല്യേട്ടൻ്റെ കല്യാണം തന്നെ. ഞാനിവിടെ രജിസ്റ്റർ ഓഫീസിൽ നിൽക്കുക. മുഹൂർത്താവുന്നേ ഉള്ളൂ. അതെ, എടാ, ഞാൻ ഫ്രീ ആകുമ്പോൾ അങ്ങോട്ട് വിളിച്ചോളാന്ന്. ശരി. അളിയ, ഓ, നമ്മുടെ കുഞ്ഞളിനെ കാണുന്നില്ലല്ലോ. ഇനി വരാതിരിക്കൂ. വരാതിരിക്കാനോ? അവനോ? എൻ്റെ അളിയ വല്യേട്ടൻ്റെ അതേ റൂട്ടിൽ പോകുന്നവൻ അവനും. ഉറപ്പായിട്ടും അവൻ വരും. വൈകിയെത്തിയല്ലേ, അതൊരു ഗമിയല്ലേ. അതുകൊണ്ട് അവൻ മനഃപൂർവ്വം ലേറ്റ് ആവുന്നതാ. ഓ, ഇപ്പൊ എല്ലാരും കുഞ്ഞളീന് വേണ്ടി വെയിറ്റ് ചെയ്യും. അതൊരു വെയിറ്റ് തന്നെയാ. ദാ വന്നല്ലോ.
എടാ ഇവളെ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? സുരേട്ട വെറുതെ വേണ്ട. മംഗളകരമായ ഒരു ചടങ്ങ് നടക്കാൻ പോവാ. അതിനിടയിൽ വെറുതെ കശപിശ. ഞാനുണ്ടല്ലോ. എന്തുവാ നിങ്ങളുടെ പ്രശ്നം? വല്യേട്ടൻ ക്ഷണിച്ചിട്ട് തന്നെ സുറുമി വന്നത്, അല്ല അവള് വലിയേറിയൊന്നൊന്നുമല്ല. ഓ അതെ, നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവര് മാത്രമേ ഈ കല്യാണത്തിന് ഉണ്ടാവൂന്ന വല്യേട്ടൻ പറഞ്ഞിരുന്നേ. സൂര്യേട്ടൻ പറഞ്ഞ എന്റെ ധ്വനിയൊക്കെ എനിക്ക് മനസ്സിലായി. തിരുമുറ്റം കുടുംബത്തിൽ അങ്ങ് തന്നെയാ സുറുമി. പോരാത്തിന് കുടുംബത്തിൽ പറഞ്ഞോളൂ. വല്യേട്ടന്റെ കല്യാണത്തിന് വന്നാ ഞങ്ങള്, അല്ല വഴക്കൂടാൻ വന്നതല്ല. വെറുതെ പാടി മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. നീ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. അതെ, കുഞ്ഞളിനെത്താൻ കാത്തുക്കായിരുന്നല്ലോ, ആള് വന്നല്ലോ. ഇനി കല്യാണം. ബാ അളിയ. അതെ, അളിയൻ പോളയാ. അല്ല അളിയൻ പോളയാ. ഈ ഭീമനോട് പറയാൻ പോയി എന്നെ തല്ലിയാ മതി. തിരുമുറ്റത്ത് ഹരിനാരായണൻ. ദാ ഇവിടെ ഒപ്പിടൂ. ഇവിടെ കനി. ദാ ഇവിടെ ഒപ്പിടൂ. ഇനി സാക്ഷികൾ. ഇവിടെ ഇനി മാല എന്നിട്ട് ഇതാ മോളെ. മിസ്റ്റർ ഹരി, വിഷ് ഹാപ്പി മാരിഡ് ലൈഫ്. എന്റെ കൃഷ്ണ, എല്ലാം നീ മംഗളമാക്കി തീർത്തല്ലോ. വെള്ളിയ, എന്റെ എല്ലാവിധ ആശംസകളും. വീട്ടിൽ ചെന്നാ പിന്നെ പറയാൻ പറ്റിയെന്ന് വരില്ല. അതാ കനിമ, എനിക്ക് മാല വേണം. എനിക്ക് മാല വേണം കനിമ. മാല താ കനിമ. താ കനിമ മാല. മാല താ. ഇടി മണിക്കുട്ടി, എനിക്കത് വേണം. താ മാല. മണിക്കുട്ടി, താ കനിമ. ആ മാല കൊടുത്തേക്ക്. മണിക്കുട്ടിയുടെ ആഗ്രഹമാണല്ലോ. ചടങ്ങ് തീർന്നല്ലോ. മണിക്കുട്ടിയുടെ ഈ സന്തോഷമാണ് കല്യാണത്തിലെ മധുരം. സർവേശ്വരന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളോടൊപ്പമുണ്ടാവും. മോളൂ, വരട്ടെ. ശരി, ഞാൻ ഇറങ്ങട്ടെ. ശരി. അന്യോന്യം എല്ലാം അറിയുന്നതുകൊണ്ട് എന്താ പറയണമെന്നറിയില്ല. എല്ലാം കൊണ്ടും നന്നായി. നല്ല ചേർച്ച. വീട്ടിലേക്ക് ഞാനില്ല. എന്നാ ഞാൻ ഇറങ്ങട്ടെ. എന്നാ പിന്നെ ആട്ടെ.
അല്ല ഇനിയിപ്പോൾ നമ്മൾ നിന്ന് സമയം കളയുന്നതിനാ, ഇറങ്ങിക്കൂടെ എല്ലാവർക്കും? വല്യേട്ടാ ഞങ്ങളെന്നാ പോവാ. അപ്പോ നീ വീട്ടിലേക്ക് വരുന്നില്ലേ? സുറുമിയും കുട്ടി ഇവിടെ വന്നത് തന്നെ ചിലർക്ക് പിടിച്ചിട്ടില്ല. ഇനി ഞങ്ങൾ രണ്ടാളും വീട്ടിലേക്ക് വന്നാൽ എന്തായിരിക്കും സ്ഥിതി? ഞങ്ങളില്ലേ? ഞങ്ങളുടെ മനസ്സ് നിങ്ങളോടൊപ്പം ഉണ്ട്. വല്യേട്ടാ ഇടി എന്തു അടിക്കണം. അച്ഛാ ശരിയെന്നാ. ശരി. പോണ്ടവരൊക്കെ അവരവരെ പാട് നോക്കിപ്പോയി. ഇനി നമുക്കും വീട് പിടിക്കാം. അളിയൻ വരുന്നുണ്ടോ? എന്നാ വാ.